ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ട്രിപ്പിൾ വ്ളോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഹാപ്പി ആണെന്ന് പറയാം. കാരണം നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു പുതിയ മെമ്പർ വരികയാണ്, ഒരു പുതിയ ട്രാവൽ പാർട്ട്ണർ വരികയാണ്. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടായിരുന്നു, എൻ്റെ കാറ് കൊടുത്തത്. അപ്പോൾ അത് ആ കാറ് കൊടുത്തിട്ട് ഇവർക്ക് തന്നെ, ഈ കമ്പനിക്ക് തന്നെ കൊടുത്തിട്ട് അത് ഞാൻ ഇനീഷ്യൽ പേയ്മെൻറ്റ് ആക്കിയിട്ട് ബാക്കി ഒരു ലോൺ ഇട്ടിട്ട് നമ്മളൊരു പുതിയ വണ്ടി ഒന്ന് എടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പം ഏതാണ് വണ്ടി എന്നുള്ളതൊക്കെ സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. ഏകദേശം ഒരു 15 മിനിറ്റുള്ളിൽ ഡെലിവറി ഇപ്പോൾ ചെയ്യാൻ പോയി. ഞാൻ വന്നു, എൻ്റെ പേപ്പറും കാര്യങ്ങളും വർക്കെല്ലാം കഴിഞ്ഞു. കോഴിക്കോട് റൊട്ടാണ മോട്ടോഴ്സ്, നമ്മുടെ പാരഗൺ ഹോട്ടലിലെ തൊട്ടടുത്തുള്ള റൊട്ടാണയിലാണ് ഞാൻ ഡെലിവറി ചെയ്യാൻ പോകുന്ന വണ്ടി. എല്ലാവരും വന്നിട്ടുണ്ട്. ഇതാ അജു ഉണ്ട്, അജു ഇവിടെ ഉണ്ട്, ഫാമിലി അവിടെ അച്ഛനുണ്ട്, കുട്ടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും കോഫിയൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു ഹാപ്പി മൂഡിലാണ്. വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞായിരിക്കും. ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. അപ്പം ഞാനും അച്ഛനും കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ റൊട്ടാനയിലേക്ക് പോയത്. ഇപ്പോൾ എന്തായാലും ഒരു ഹാപ്പി മൂഡായിരുന്നു. എല്ലാവരും കുട്ടികളും എല്ലാവരും കൂട്ടി ഏകദേശം ഇവിടെ എത്താറായി. ഷോപ്പിൽ വന്നപ്പോൾ നമ്മൾ കർവ് വണ്ടി നിൽക്കുന്നു കേട്ടോ. സംഭവം കർവ് അടിപൊളി വണ്ടി തന്നെ കേട്ടോ. ഉണ്ടോ എങ്ങനെ തുറക്കണം, ഇതാണ്ടോ അവനറിയാൻ തുറക്കാം കേട്ടോ. ഉൾഭാഗം ഭയങ്കര സെറ്റപ്പ് കേട്ടോ. കർവ് വണ്ടീൻ്റെ ഭയങ്കര ഹെവി ആട്ടോ വണ്ടി. പക്ഷെ എനിക്ക് അതിൻ്റെ ബാക്ക് സൈഡാണ് പിന്നെയും ഒരു ഇത് തോന്നുന്നുണ്ട്. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ് വണ്ടി. കോസ്റ്റ്ലി അല്ല, ഇതിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഒരു വില ഉണ്ട്. SUV എന്ന് പറഞ്ഞ വണ്ടിയാണ്, അടിപൊളി വണ്ടിയാണ്. നമ്മുടെ വണ്ടി ഇതൊന്നും അല്ല കേട്ടോ. നമ്മുടെ വണ്ടി ഇനി ഇതാണെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ വണ്ടി ഇതല്ല, നമ്മുടെ വണ്ടി ചെറിയൊരു വണ്ടിയാണ്. അപ്പം നമുക്കൊരു കേക്കൊക്കെ ഉണ്ട് കേട്ടോ. കേക്കൊക്കെ കൊണ്ടുവന്ന് പരിപാടിയാണ്. എന്തായാലും ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല, കേക്ക് ഉണ്ടെന്ന്. ഹാപ്പി മോട്ടറിങ്. അപ്പം നമ്മുടെ വണ്ടി ഡെലിവറിയാണ്. അപ്പോൾ ഏതാ വണ്ടി എന്നുള്ളത് സസ്പെൻസ് ആണ്. അപ്പം ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട്. അപ്പം ഇത് നമ്മൾ എടുക്കുന്നത് കോഴിക്കോട് റൊട്ടാന മോട്ടോഴ്സ് എന്നാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തതും എല്ലാ സഹായം ചെയ്ത മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വിപിനാണ്. അപ്പോൾ വിപിനാണ് എല്ലാ സഹായങ്ങളും ചെയ്തത്. അപ്പോൾ അതുമാത്രമല്ല, ഒരുപാട് ബെനിഫിറ്റും തന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ ഒരു പർച്ചേസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിവിനെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു വിപിൻ, താങ്ക് യു വെരി മച്ച്. ഇപ്പം നമ്മളെ വണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു കേക്ക് സെറമണി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. വണ്ടി ഇതാ എല്ലാം ഒരു ബ്ലൂ കവർ ഇട്ടിട്ട് മൂടിയിട്ടുണ്ട്. അപ്പോൾ സർപ്രൈസ് പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം സസ്പെൻസ് പൊളിച്ചിട്ടോ. പഞ്ച് CNG വിത്ത് പെട്രോൾ, നമ്മുടെ 2025 ന്യൂ എഡീഷൻ ആട്ടോ. ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഡെലിവറി ആയിട്ടുള്ളൂ. അപ്പം ഈ ഒരു പ്രൊസീജിയറെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും 1 by 1 ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അങ്ങനെ എല്ലാ ചടങ്ങുകളും നമ്മുടെ കഴിഞ്ഞിട്ടു. വണ്ടി ഈ ഒരു കളറാണ് ഞാൻ എടുത്തത്. പ്രേക്ഷകർക്ക് കളറ് എന്താണ് അഭിപ്രായം എന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. വേറൊരു ഡാർക്ക് ബ്രൗൺ കളർ, അപ്പം ഞാൻ ഈ കളറാണ് ചൂസ് ചെയ്ത്. അപ്പോൾ എപ്പോഴും നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യുമ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് എല്ലാ വണ്ടിയും എല്ലാ ഭാഗവും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്ക്രാച്ചൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇത് CNG ആണ്. അപ്പോൾ CNGനെ കുറിച്ച് ഞാൻ ഇതേവരെ CNG ഒരു വണ്ടി ഓടിച്ചിട്ടില്ല. അപ്പോൾ അതിനെ പറ്റിയുള്ള കൂടുതൽ അറിവുകൾ, എവിടെയാണ് സിലിണ്ടർ, എന്താണ് അതിൻ്റെ സംഭവങ്ങളെല്ലാം നമ്മുടെ എക്സിക്യൂട്ടീവിനോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഏത് ഭാഗത്താണ് നമ്മൾ എങ്ങനെയാണ് ഇത് ഇതാക്കുന്നത്, എല്ലാ ഭാഗങ്ങളും വിശദമായിട്ട് വിപിൻ എക്സ്പ്ലെയിൻ ചെയ്തു. എല്ലാ കാര്യങ്ങളും. നമ്മുടെ സ്പെയർ ടയർ വന്നത് താഴെയാണ്. മറ്റ് കുറച്ചൊരു ബൂട്ട് സ്പേസ് കുറച്ച് കുറയുന്നല്ലാതെ വേറെ ഒരു സ്പേസൊന്നുമില്ല. ഇനി മൈലേജ് നമ്മൾ ടെസ്റ്റ് ചെയ്തില്ല.
ഇന്ന് വേണ്ട നമ്മൾ ഡെലിവറി ചെയ്യുമ്പോഴുള്ള എല്ലാ ഒരു കാര്യമാണ്, അത് അവരുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വണ്ടിയെക്കുറിച്ചുള്ള ഭാഗങ്ങളും നല്ലതും ചീത്തതുമായ എല്ലാ ഭാഗങ്ങളും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്നുള്ളത്. പ്രത്യേകിച്ച് ഇതൊരു CNG വണ്ടി ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തായാലും വിപിൻ ഞങ്ങൾ പോകുന്നതിന് മുന്നേ, വണ്ടി എടുക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ സംഭവങ്ങളും പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കി തന്നു. ഇതാണ് സുഭാഷ് ചേട്ടാ, അങ്ങനെയാണ് കസ്റ്റമർ. നല്ല വിപിൻ എക്സിക്യൂട്ടീവ് നല്ല എക്സലൻ്റ് ഒരു എക്സിക്യൂട്ടീവ് ആട്ടോ. നല്ല കാര്യമായിട്ടുള്ള വിശദീകരണം നമ്മളെല്ലാ ഒരു എക്സിക്യൂട്ടീവ് കറക്റ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ഓൾ ദി ബെസ്റ്റും ഒരു അപ്രിഷിയേഷനും പറയുകയാണ് വിപിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും വണ്ടിയുടെ സൈഡിലുള്ള പ്ലാസ്റ്റിക്, അപ്പോൾ അവിടെ ഒരു പ്ലാസ്റ്റിക് കവർ കണ്ടു. അപ്പോൾ എന്താ ഞാൻ സ്പീക്കറിൻ്റെ മുകളിലാണ് ആ കവർ വരുന്നത്. അപ്പോൾ അത് നമുക്കതൊന്ന് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ ആ വോയിസ് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇവിടെ സർവീസ് ചെയ്യുമ്പോൾ അവർ എന്തോ വിട്ടുപോയതാണ്, മിസ്സായി തോന്നുന്നു. അപ്പോൾ എന്തായാലും വിപിൻ അത് എടുത്ത് കളഞ്ഞു തരാമെന്ന് പറഞ്ഞു. കാരണം സ്പീക്കറിൻ്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വോയിസ് അത് ബ്രേക്ക് ആവും. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സംഭവം നമ്മൾ നീക്കി ബാക്കി അതിൻ്റെ കൺട്രോളും കാര്യങ്ങളും സെറ്റിങ്സും അതൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ പണ്ട് ടിയാഗോ ഉപയോഗിച്ചതുകൊണ്ട് ഒരുവിധം ഇതിൻ്റെ ഓപ്ഷൻസൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ ഹാൻഡിലിന് മുകളിൽ വരുന്ന ഓപ്ഷൻസ് അതാണ് നമുക്ക് അറിയാത്തത്. കാരണം നമ്മുടെ വണ്ടിയിൽ ഈ ഒരു സംഭവം സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഹാൻഡിലിന് മുകളിൽ എന്തൊക്കെയാണ് വരുന്നത്, ആ ഒരു സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. CNG എങ്ങനെ, പെട്രോൾ എങ്ങനെ ഓഫാക്കണം, അതിന് അങ്ങനെ നേരെ നമ്മുടെ ക്ഷേത്രത്തിലാണ് വന്നിട്ടോ. നമ്മുടെ ക്ഷേത്രത്തിൽ വന്നു, വണ്ടി ഒന്ന് വാഹന പൂജ ഷീട്ടാക്കിയിട്ട് വാഹന പൂജ ഒന്ന് ചെയ്തു. നമ്പൂതിരി വന്നു, പൂജയൊക്കെ ചെയ്തു. നമ്മുടെ ചെറുനാരങ്ങയൊക്കെ ടയറിൽ വെച്ച് ആ ഒരു കർമ്മം കൂടെ നമ്മളത് കഴിഞ്ഞിട്ടോ. എന്തായാലും ആ ഒരു ചടങ്ങ് കൂടെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ വണ്ടി നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അവർ ഒട്ടിച്ച സ്റ്റിക്കർ എടുത്തിട്ടില്ല. എന്തായാലും അവർ 2 ദിവസം കൂടെ അതിന് മുകളിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ക്ഷേത്രത്തിൽ കൊണ്ടുപോയി നമ്മുടെ പൂജ കഴിഞ്ഞ് അപ്പം ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചതേ ഉള്ളൂ. വണ്ടി റണ്ണിങ്ങിലാണ്. എന്തായാലും ആ പരിപാടികളൊക്കെ ചടങ്ങുകൾ കഴിഞ്ഞു. ഇനി ഞാൻ നമ്മുടെ വണ്ടിയുടെ ചെറിയ എനിക്ക് അറിയുന്ന രീതിയിൽ 2025 നമ്മുടെ പഞ്ചിൻ്റെ ഒരു മാറിയ ചെറിയ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഡോറിൽ തന്നെ തുടങ്ങട്ടോ. ഈ ഡോറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇത് കണ്ടില്ലേ, ഈ ഡോറിൻ്റെ പ്രത്യേകത 90 ഡിഗ്രി വൈഡാണ്. ഇതാണ് നമുക്ക് എടുത്ത് പറയാനുള്ള ഒന്നാട്ടോ. കണ്ടോ 90 ഡിഗ്രി. മറ്റേ കാറ് സാധാരണ മറ്റേ വണ്ടികളെ പോലെയല്ല. ആക്ച്വലി നമുക്ക് 90 ഡിഗ്രി ഇങ്ങനെ ഫുള്ളായിട്ട് എല്ലാമായിട്ട് തുറക്കാൻ പറ്റും. കണ്ടില്ലേ, ആണ് ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തായാലും നമുക്ക് അകത്തൊന്ന് കയറി നോക്കാം. നീ ഭയങ്കര ചൂടുണ്ട്. എന്തായാലും ഇതാണ് ഡിസ്പ്ലേ ഞാൻ ചേഞ്ച് ചെയ്താട്ടോ. നമുക്കിതിന് കമ്പനിക്ക് വരുന്ന ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതാണ്. അപ്പം ഞാൻ ആ ഡിസ്പ്ലേ അവരോട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു സാധനമാണ് ഞാനെടുത്ത് കാണിച്ചില്ല. നമുക്ക് ആക്ച്വലി നമുക്കിത് വരുന്ന ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ആക്ച്വലി ഇതിന് വരുന്ന ഡിസ്പ്ലേ, കമ്പനി വെക്കുന്ന ഡിസ്പ്ലേ ആണ്. അപ്പം നമുക്കത് കുറച്ചും കൂടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഒരു എക്സ്ട്രാ ഇത് ഫിറ്റ് ചെയ്താണ്. എന്നിട്ട് ഞാൻ ആ ഡിസ്പ്ലേ നമുക്ക് വാങ്ങിച്ചും ചെയ്തു. കാരണം നമുക്ക് ആവശ്യമുണ്ടോ എപ്പോഴും വയ്ക്കണം എന്തെങ്കിലും നമുക്ക് വയ്ക്കുകയും ചെയ്യാം. ഇതിപ്പോൾ 9 ഇഞ്ച് 9 ഇഞ്ച് ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ആണ്. അവിടെ കമ്പനി, ടാറ്റയുടെ കമ്പനി തന്നെ അവർ തന്നെ അത് ചെയ്തതാണ്. പുറത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാറണ്ടി നഷ്ടപ്പെടുന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. എന്തായാലും വണ്ടിയൊക്കെ സൂപ്പറാണ്. കൺട്രോൾ സിസ്റ്റമൊക്കെ ഇത് തന്നെയാണ് വരുന്നത്. CNGൻ്റെ ബട്ടൺ ഈ സൈഡിൽ, CNG പെട്രോൾ നമുക്കിവിടെ മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെയാണ് വരുന്നത്. ബാക്കി സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. സീറ്റ് അതാണ് ഈ ഇതിൽ 2025 പഞ്ചിൽ മാറിയ ഒന്നാണ് ഈ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് നമുക്ക് അങ്ങനെ ആവുന്നതോറും സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുകളിലോട്ടും താഴോട്ടും സൈഡിലേക്കൊക്കെ ആകാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇത് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ പിന്നെ വരുന്നത് നമുക്ക് ഈ ഹാൻഡ് റെസ്റ്റ് ആട്ടോ. ഇതാണ് നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പം 2025 വന്ന 3 പുതിയ വേരിയൻസിൽ വന്ന ഭാഗങ്ങളാണ്. പിന്നെ ഒന്ന് റിയർ എ സി. അതിൻ്റെ താഴെ തന്നെ നമുക്ക് USB കണക്ട് ചെയ്യാനുള്ള ഒരു USB പോർട്ടും ഉണ്ട്, മുകളിൽ AC ഉണ്ട്. അപ്പം ഈ 3 ഈ ഒരു 2025 അഡ്വഞ്ചറിൽ ആഡായ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രീ അല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ആ ഒരു കോസ്റ്റ് കൂടുന്നുണ്ട്, അതിൻ്റെ കൂടെ ഓടുന്നുണ്ട്. ഇപ്പോൾ റിയർ AC എന്തായാലും നമുക്ക് ആവശ്യമാണ്. എന്തായാലും പുറകിൽ അത്ര പെട്ടെന്ന് നമുക്ക് മുന്നിൽ കൂളായി പുറകിലേക്ക് ആവാൻ കുറച്ച് സമയം എടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് അവിടേക്ക് നമുക്ക് ആവാൻ പറ്റും. പിന്നെ ഫാസ്റ്റാഗ് വരുന്നു. ഫാസ്റ്റാഗിന് നമുക്ക് 850 റുപ്പീസ് അവർ ചെയ്തിരുന്നു. ഓൾറെഡി എൻ്റെ വണ്ടിക്ക് ഒരു ഫാസ്റ്റാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഉപയോഗിക്കാൻ പറ്റില്ല പറഞ്ഞപ്പോഴും ഇത് അവർ ചെയ്തു തന്നാണ്. AC-യുടെ വെന്റിലേറ്റർ കണ്ട നല്ല സ്റ്റൈലൻ ഒരു ഇതാണ്. മറ്റേ സ്ലോപ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൺട്രോൾ ഗ്ലാസിൻ്റെ 2 മിററിൻ്റെ കൺട്രോൾ ഇവിടെയാണ് വരുന്നത്. ഇത് നമ്മുടെ പവർ വിൻഡോയുടെ ലോക്കൽ സിസ്റ്റൊക്കെയാണ്. താഴെ നമുക്ക് 2 ബോട്ടിൽ വയ്ക്കാം. വലിയ 2 സ്പേസ് ഉണ്ട്. വലിയ ബോട്ടിൽ നമുക്ക് വയ്ക്കാൻ പറ്റും കേട്ടോ.
ഇവിടെ മുകളിൽ ഒരു എക്സ്ട്രാ വൂഫർ വരുന്നുണ്ട്. ഈ സൈഡും അതേപോലെ തന്നെ താഴെ 2 ബോട്ടിലേക്ക് വെക്കാൻ പറ്റും. നല്ല ലെഗ് സ്പേസ് ഉണ്ട് ഇവിടേക്ക്. നമുക്ക് ഇവിടെയാണ് നമ്മൾ ഒരു ഡാഷ് ബോർഡ് ഉണ്ട്, സാധനങ്ങൾ പേപ്പറുകളും ഫയലൊക്കെ ഇവിടെ വെക്കാൻ പറ്റും. മുകളിൽ ഇവിടെ ടിയാഗോയ്ക്ക് വരുന്ന ഒരു ട്രേ ഉണ്ടായിരുന്നു, അതില്ലായിരുന്നു. ഈ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. എന്തായാലും അത് നല്ലൊരു ഇതാണ് സംഭവം. നമ്മുടെ മൈക്ക് ഇവിടെ ഡ്രൈവർ ഇവിടെ ആയിരുന്നു, ഇപ്പം അത് സെൻറ്ററിലേക്ക് വരുന്നുണ്ട്, സെൻറ്ററിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ടിയാഗോയിൽ ഈ സൈഡായിരുന്നു, ഇപ്പോൾ ഇതിൽ സെൻറ്ററിലാണ് ഈ മൈക്ക് വരുന്നത്. വേറെ നോക്കിയാൽ കംഫർട്ടബിൾ ആണ്, നമുക്ക് ഇരിക്കാൻ പറ്റും, നല്ല അടിപൊളിയാണ്. സീറ്റ് സ്പേസും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ CNGയുടെ ബാക്കിലാണ് ഇതിൻ്റെ സിലിണ്ടറൊക്കെ ഉള്ളത് കേട്ടോ. വണ്ടി എന്തായാലും നല്ല സ്മൂത്ത് ആയിട്ട് വണ്ടാൻ ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമുണ്ട്. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. പിന്നെയുള്ള ബലമായ സംശയം, ഇത് CNG ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഇതിന്റെ സിലിണ്ടർ ബാക്കിൽ വെച്ചത്? ബാക്കിൽ നമ്മുടെ ലഗേജ് സ്പേസ് ചെറിയൊരു സ്പേസ് കുറവാകുന്നുണ്ട്. അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് ബൂട്ട് സ്പേസ്. ഇത്രയ്ക്ക് ബൂട്ട് സ്പേസ് ഉണ്ട് കേട്ടോ. അത്രയ്ക്ക് കുറവൊന്നുമല്ല, ഒരുപാടുണ്ട്. നമുക്ക് അത്യാവശ്യം കൊണ്ടുപോകാൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. മുകളിലത്തെ ഈ ട്രേ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സ്പേസ് കൂടെ നമുക്ക് കിട്ടും. എന്തായാലും വേണ്ട. ഇതിൻ്റെ ഇവിടെയാണ് നമ്മുടെ സിലിണ്ടറിൻ്റെ സാധനങ്ങൾ സെറ്റപ്സ് ഒക്കെ വരുന്നത്. നമ്മുടെ ഇത് സ്പെയർ വരുന്നത് താഴെയാണ്. താഴെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്പെയർ ടയർ വരുന്നത്. ഇവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റ് ഇത്രേ ഉള്ളൂ. ബൂട്ട് സൈസ് ഇത്ര മതി. ഇത്ര ഒരുപാടുണ്ട് നമുക്ക്. കണ്ടോ, ഒരുപാട് സ്പേസ് ഉണ്ട് നമുക്ക് സാധനം കൊണ്ടുപോകാനുള്ള. അത്രയ്ക്ക് കുറവല്ലോ ഒന്നുമില്ല. എന്തായാലും ആ ഒരു ഭാഗം എക്ദം ക്ലിയർ ആണ്. പിന്നെ ഈ മുകളിലുള്ള ഈ ഒരു റൂഫ് റെയിൽ ഇത് വെച്ച് സ്പെഷ്യൽ വെച്ചതാണ്. നല്ല ഭംഗിക്ക് വേണ്ടി വെച്ചാണ്. നല്ല സ്റ്റൈലായിട്ട് റെയിൻ ഗാർഡ് വെച്ചു. ഇൻഡിക്കേറ്റർ ഈ റെയിൻ ഗാർഡ് നമ്മൾ പറഞ്ഞ് എക്സ്ട്രാ വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കിതിൽ നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്യുക, വൈഫൈ കണക്ട് ചെയ്യുക, അങ്ങനെ പലതരത്തിൽ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് പഠിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മെയിൻ എനിക്ക് എടുത്ത് പറയാനുള്ളത്, ഇതിൻ്റെ CNG എങ്ങനെയാണ്, എത്ര കിലോമീറ്റർ കിട്ടുന്നത്, പെട്രോൾ എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ട്, CNG എങ്ങനെയാണ് ഇതിൻ്റെ ഇതാവുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം പറയാൻ. അപ്പോൾ ഇതിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ ഞാൻ ഏകദേശം എന്തെങ്കിലും ഹൈഡിങ് ആയിട്ടുള്ള സംഭവങ്ങളിലേക്ക് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പം താങ്ക് യു വെരി മച്ച്. അപ്പം നമ്മുടെ പഴയ വണ്ടി നമ്മൾ കൊടുത്തു, പുതിയ വണ്ടി ഇതാ അപ്പോൾ ഒന്ന് എടുത്തിട്ട് ഇനി മുതൽ നമ്മളെ ട്രാവൽ പാർട്ട്ണറാണിത്. ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് യാത്ര പോകാനുണ്ട്, ഒരുപാട് വീഡിയോകൾ ചെയ്യാണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം, പ്രാർത്ഥനയും ഉണ്ടാവണം. അപ്പം ഇന്നത്തെ ഏകദേശം നമ്മുടെ വണ്ടി എടുത്ത വീഡിയോയും അതിൻ്റെ എല്ലാ സംഭവങ്ങളും എനിക്ക് അറിയുന്ന രീതിയിലുള്ള വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി എന്തെങ്കിലും ഹൈഡായിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഒരിക്കൽ കൂടി എല്ലാവരും ചാനൽ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക, പ്രാർത്ഥിക്കുക, എപ്പോഴും കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് വീഡിയോ കാണുക.